ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജന്തർ മന്ദറിലെ സോനം വാങ്ചുക്കിന്റെ സമരത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് വേക്കപ്പ് കേരളം കൂട്ടായ്മ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ. കർക്കടകത്തിൽ രാമായണ മാസത്തെ വരവേറ്റ് മലയാളികൾ. കർക്കിടകത്തിലെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അകറ്റാൻ കലിയന് കൊടുക്കൽ ചടങ്ങുകൾ. ജില്ലാ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം ചെറുട്ടി മെമ്മോറിയൽ അക്വാട്ടിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് ബേപ്പൂർ ഹാർബറിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സോനം വാങ്ചുക്കിന്റെ സമരത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് വേക്കപ്പ് കേരളം കൂട്ടായ്മ. സമരത്തിന് ഐക്യദാർഢ്യവുമായി ജൂലൈ 18-ന് ആർട്ട് ഗാലറി പരിസരത്ത് നിരാഹാര സദസ്സ് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ ഒരു 3.5 വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം, എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഇത്തരം സംഘടനകളിലൊന്നും ചെറുപ്പക്കാരുടെ സാന്നിധ്യം കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം, ചെറുപ്പക്കാരുടെ സംഘടന വേറെ ഉണ്ടാവുമെങ്കിൽ പോലും അവരുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഈ സാംസ്കാരിക സംഘടനകളിൽ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ദേശീയ മാനവിക വേദിക്കാർ അഡ്രസ് ചെയ്യുകയും 2 വർക്ക്ഷോപ്പുകൾ കുട്ടികൾക്കായിട്ട് നടത്തുകയും എങ്ങനെയാണ് നമ്മൾ അവരിലേക്ക് എത്തേണ്ടത് എന്നൊക്കെയുള്ള ആലോചനകളിൽ നമ്മൾ മുഴുകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ത്യൻ യുവതയുടെ അസ്വസ്ഥതയുടെ പ്രതിഫലനമായി നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക പാരിസ്ഥിതിക കൂട്ടായ്മയായ വേക്കപ്പ് കേരളം ജൂലൈ 18-ന് ആർട്ട് ഗാലറി പരിസരത്ത് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഏകദിന നിരാഹാര സദസ്സ് സംഘടിപ്പിക്കും. രാവിലെ 10-ന് സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. സമരവേദിയിൽ നിരാഹാരം നടത്തുന്ന സോനം വാങ്ചുങ്ങിന്റെ ജീവൻ അപകടത്തിലായിട്ടും കേന്ദ്ര സർക്കാർ സമരത്തെ അവഗണിക്കുകയാണെന്നും നേതാക്കളായ ഡോക്ടർ ഖദീജ മുന്താസും വിജയരാഘവൻ ചേലിയയും മൊയ്തു കണ്ണങ്കോടും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോഴാണ് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം തുടങ്ങുന്നു. അദ്ദേഹം അവശനാകുന്നു. ഇന്നിപ്പോൾ 17-18 ദിവസം ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്യുകയോ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഥുനം കഴിഞ്ഞ് കർക്കടകം ആരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ രാമായണ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടെങ്ങുമുള്ള വിശ്വാസികൾ. ഇനി ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമനാമ ജപം മുഴങ്ങും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ. പേമാരി കോരിച്ചൊരിയുന്ന കർക്കിടകം പണ്ട് കാലത്ത് പഞ്ഞമാസമായിരുന്നു. രോഗപീഠകളും പട്ടിണിയും ദുരിതം വിതയ്ക്കുന്ന സമയം. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് പഴമക്കാർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ശീലമാക്കിയത്. ശ്രീരാമ രാമ രാമ ശ്രീ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. മര്യാദ പുരുഷോത്തമനായി കണക്കാക്കപ്പെടുന്ന ശ്രീരാമന് കാനനവാസം ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കുമ്പോൾ കേവലം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിനു പുറമെ ജീവിതത്തിൽ ശുദ്ധിയും ചിട്ടയും ഉറപ്പാക്കുകയും. വീട്ടിലെ മുതിർന്നവർ കർക്കിടക മാസത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുശേഷിച്ച ശേഷം
കുളിച്ച് ഭസ്മധാരണം ചെയ്ത് രാമായണ പാരായണം ചെയ്യുകയാണ് പ്രധാന ചടങ്ങ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീ സീതാഭിരാമ രാമ ശ്രീരാമ. കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ ഓട്ടുകിണ്ടിയിൽ വെള്ളവും അഷ്ടമംഗല്യവും ഒരുക്കി വെച്ചാണ് രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഥുനമാസത്തിലെ അവസാന ദിവസം കർക്കടകം തുടങ്ങുന്നതിന് മുൻപ് ഉത്തര മലബാറിൽ നടത്തുന്ന ആചാരമാണ് കലിയന് കൊടുക്കൽ. പഞ്ഞമാസമായ കർക്കടകത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അകറ്റി വീട്ടിൽ ഐശ്വര്യമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കർക്കിടക മാസത്തിലെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ശമനമാകാനും വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും പുലരാനുമായി പഴമക്കാർ ആചരിച്ചു വരുന്ന അനുഷ്ഠാനമാണ് കലിയനെ വരവേൽക്കൽ. കർക്കിടകത്തിന്റെ തലേന്ന് മുഖത്ത് കറുപ്പും ചുവപ്പും ചായങ്ങൾ പുരട്ടി കുരുത്തോലയും ചെക്കിപ്പൂവും കൊണ്ടുള്ള മാലകളും അണിഞ്ഞ് കലിയനെത്തും. കലിയ കലിയ കൂയ് കൂയ് എന്ന ആർപ്പുവിളികളോടെ കലിയനെ വരവേൽക്കും. ചെണ്ടക്കൊട്ടിന്റെ അകമ്പടിയോടെയാണ് കലിയനെത്തുക. കർക്കിടകത്തിന്റെ തലേദിനം സന്ധ്യാസമയത്തോടെയാണ് കലിയനെ വിളിക്കുക. ചക്കപ്പുഴുക്കും പപ്പടവും തേങ്ങാപ്പൂളും കലിയന് കൊടുക്കും. കലിയന് കൊടുക്കൽ ചടങ്ങിന് ശേഷമാണ് കർക്കിടകത്തിന്റെ ആദ്യ ദിനം മുതൽ ശീബോധിക്ക് വെക്കുന്നത്. വേടൻ എന്ന് പറയും. ശിവന്റെ രൂപമാണെങ്കിലും കാലിലെന്ന ഈ കലി നമ്മളെല്ലാം സംരക്ഷിച്ച് ഒരു വർഷത്തിലേക്ക് പോകുന്നു. ഇനി അടുത്ത വർഷത്തിലേക്ക് വീണ്ടും നമ്മൾ ഈ പ്രദേശത്ത് ഈ മന്ദമംഗലം തളിരെന്ന സംഘടന നടത്തുന്ന പരിപാടിയിലേക്ക് വീണ്ടും. കൊയിലാണ്ടി മന്ദമംഗലം ജൈവഗ്രാമത്തിൽ കലിയനെ വരവേൽക്കൽ ആഘോഷം നടന്നു. തെയ്യം കലാകാരൻ പത്മനാഭനാണ് കലിയൻ വേഷം കെട്ടിയത്. കയ്യിൽ ചൂട്ടും ചമയങ്ങളുമായി എത്തിയ കലിയൻ പുതുതലമുറയ്ക്ക് കൗതുകമായി. കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാർക്കിൻസൺ രോഗികളുടെ രോഗനിർണയത്തിനും DBS മുതലായ അത്യാധുനിക ചികിത്സകളുടെ നിർണയത്തിനുമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാർക്കിൻസൺസ് രോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിജനറേറ്റീവ് ഡിസീസാണ്. തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദ്രവം, അതാണ് നമ്മളെ ചലനശേഷിയെ നിയന്ത്രിക്കുന്നതും ചിന്തകൾക്ക് സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള കെമിക്കലാണ്. ഇത് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺ രോഗം കണ്ടുവരുന്നത്. കൈവിറയൽ, സ്ലോ ആവുക, സ്റ്റിഫ് ആവുക, ബാലൻസ് കുറയുക തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ. മുഖത്തുള്ള എക്സ്പ്രഷൻസ് കുറയുകയും അതുപോലെ രോഗിയുടെ എഴുത്ത് ക്രമേണ ചെറുതായി പോവുകയും വീഴ്ച ഉണ്ടാവുകയൊക്കെ മറ്റു ലക്ഷണങ്ങളാണ്. പക്ഷെ പലപ്പോഴും പാർക്കിൻസൺ രോഗം യഥാസമയം കണ്ടുപിടിക്കാൻ വൈകുകയും രോഗിയുടെ അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കുന്നതും കണ്ടുവരാറുണ്ട്. കൃത്യമായ അളവിൽ ഡോപ്പമിൻ സപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോപ്പമിൻ അഗണിസ്റ്റുകൾ സപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഈ ചികിത്സയിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളത്. ഇത് പലപ്പോഴും സംഭവിക്കാതിരിക്കുകയും രോഗി പെട്ടെന്ന് തന്നെ നടക്കാൻ വയ്യാതാവുകയും വീഴുകയും ബെഡ് റിഡൻ ആവുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. പാർക്കിൻസൺ രോഗികളുടെ രോഗനിർണയത്തിനും DBS മുതലായ അത്യാധുനിക ചികിത്സകളുടെ നിർണയത്തിനുമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ ചെറുട്ടി മെമ്മോറിയൽ അക്വാട്ടിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിനെ ആദരിച്ചു. അനുമോദന സായാഹ്നം സബ് കളക്ടർ ഗൗതം എസ് രാജ് ഉദ്ഘാടനം ചെയ്തു. 4 പതിറ്റാണ്ട് പിന്നിട്ട ചരിത്രമാണ് ഈ നീന്തൽക്കുളവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. മത്സരങ്ങളിൽ പതിവ് സാന്നിധ്യം. അതിനിടെ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജില്ലാ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സന്തോഷത്തിലാണ് ചെറുട്ടി മെമ്മോറിയൽ അക്വാട്ടിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ. ഇതിന്റെ ഭാഗമായാണ് അനുമോദന സായാഹ്നം നടത്തിയത്. സബ് കളക്ടർ ഗൗതം എസ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മത്സരത്തിൽ ഈ പൂളിനെ പ്രത്യേകിച്ച് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു പൂളിന്റെ മാനേജ്മെന്റ് ഒരു വളരെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ വളരെ അഫോർഡബിൾ ആയി എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പൂളാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ടൗണിൽ സ്വിമ്മിംഗ് പഠിച്ചവരെല്ലാവരും ഇവിടെ ഈ ഒരു പൂളുമായി എന്തായാലും അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച 30ഓളം താരങ്ങൾക്ക് സബ് കളക്ടർ ട്രോഫികൾ വിതരണം ചെയ്തു. KC അബു അധ്യക്ഷനായിരുന്നു. പങ്കജ് ബുലാനി, വിജയ് സിംഗ് നഗാന്തി, അദീബ് സലീം, സിറാജ് കപ്പാസി, P ആലിക്കോയ, T ഹരീഷ്, MK അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. ഓവറോൾ കിരീടം കൈവരിച്ച താരങ്ങളെ ആദരിച്ച ചടങ്ങ് വിജയികളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് ബേപ്പൂർ ഹാർബറിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ. നവീകരണത്തിനും ഉപരിയായി ഹാർബറിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ഈ മാസം 31-ന് നവീകരണ പ്രവൃത്തി പൂർത്തിയാകും. ബേപ്പൂർ മത്സ്യബന്ധന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വകയിരുത്തിയ 1.40 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഹാർബറിൽ പുരോഗമിക്കുന്നത്. ഹാർബറിലെ 2 വല റിപ്പയറിംഗ് ഷെഡുകളുടെ നിലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. പഴയ ലേലപ്പുരയുടെ നിലം കോൺക്രീറ്റ് ചെയ്തു. പഴയ ലേലപ്പുരയുടെ നിലം ഗ്രാനൈറ്റ് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് പുരോഗമിക്കുന്നത്. ഫിഷ് പാക്കിംഗ് ഷെഡ്, വാഹന പാർക്കിംഗ് ഷെഡ്, ശുചിമുറി കെട്ടിടം എന്നിവയുടെ തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. അഴുക്കുചാലിന്റെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചു. ഹാർബറിന്റെ ചുറ്റുമതിൽ, പ്രവേശന കവാടം എന്നിവയുടെ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി കൊണ്ട് ഹാർബറിലെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ പറഞ്ഞു. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ. അവിടെ സൂചിമുറികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സൂചിമുറികൾ വളരെ അത്യാവശ്യമാണ്. അതും നമ്മൾ കളക്ടറെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഏകദേശം നമ്മുടെ ഈ ട്രോളിംഗ് നിരോധനം തീരുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാർബർ നല്ല നിലയിൽ നിൽക്കണമെങ്കിൽ ഇനിയും നിരവധി പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. അതിന് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന മിഷൻ ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആഗോള യുവജന നൈപുണ്യ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകൻ അബ്ദുൾ ജലീൽ എടത്തിലിനെ ആദരിച്ചു. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന മിഷൻ ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത്. ഭാരത് സേവക് സമാജം ജില്ലാ പ്രോഗ്രാം ഓഫീസർ K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെറാൾഡ് ജ്വൽസിന്റെ CMDയും നൈപുണ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അബ്ദുൾ ജലീൽ എടത്തിലിനെ ആദരിച്ചു. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷയിൽ പാസ്സായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്കിൽ ഉണ്ടാവും. അത് കണ്ടെത്തി ഡെവലപ്മെന്റ് ചെയ്യുക. ആ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന പല പുരോഗതികളുടെയും അടിസ്ഥാനം. ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷനായി. സ്കിൽ ടു കരിയർ ഡയറക്ടർ പ്രൊഫസർ V വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ VDE KR സൂര്യ,
ഇസ്മയിൽ പുനത്തിൽ, സുൽത്താന നിഹാൽ, ശരത് എസ്നാഥ്, കെ അനാമിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാർക്കിൻസൺ രോഗികളുടെ രോഗനിർണയത്തിനും DBS മുതലായ അത്യാധുനിക ചികിത്സകളുടെ നിർണയത്തിനുമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാർക്കിൻസൺസ് രോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിജനറേറ്റീവ് ഡിസീസാണ്. തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദ്രവം, അതാണ് നമ്മളെ ചലനശേഷിയെ നിയന്ത്രിക്കുന്നതും ചിന്തകൾക്ക് സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള കെമിക്കലാണ്. ഇത് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺ രോഗം കണ്ടുവരുന്നത്. കൈവിറയൽ, സ്ലോ ആവുക, സ്റ്റിഫ് ആവുക, ബാലൻസ് കുറയുക തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ. മുഖത്തുള്ള എക്സ്പ്രഷൻസ് കുറയുകയും അതുപോലെ രോഗിയുടെ എഴുത്ത് ക്രമേണ ചെറുതായി പോവുകയും വീഴ്ച ഉണ്ടാവുകയൊക്കെ മറ്റ് ലക്ഷണങ്ങളാണ്. പക്ഷെ പലപ്പോഴും പാർക്കിൻസൺ രോഗം യഥാസമയം കണ്ടുപിടിക്കാൻ വൈകുകയും രോഗിയുടെ അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കുന്നതും കണ്ടുവരാറുണ്ട്. കൃത്യമായ അളവിൽ ഡോപ്പമിൻ സപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോപ്പമിൻ അഗണിസ്റ്റുകൾ സപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഈ ചികിത്സയിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളത്. ഇത് പലപ്പോഴും സംഭവിക്കാതിരിക്കുകയും രോഗി പെട്ടെന്ന് തന്നെ നടക്കാൻ വയ്യാതാവുകയും വീഴുകയും ബെഡ് റിഡൻ ആവുകയും ചെയ്യുന്നത് കണ്ടുവരാറാണ്. പാർക്കിൻസൺ രോഗികളുടെ രോഗനിർണയത്തിനും DBS മുതലായ അത്യാധുനിക ചികിത്സകളുടെ നിർണയത്തിനുമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജനശക്തി കോൺഗ്രസ് കേരള വെട്രിക്കഴകം സംയുക്ത മുന്നണി ജില്ലാ കൺവെൻഷൻ ചേർന്നു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജനശക്തി കോൺഗ്രസ് കേരള വെട്രിക്കഴകം സംയുക്ത മുന്നണി കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സർഫാസി എന്ന കരിനിയമത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ. ഈ നയങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഉത്തമമായ കടമ. ജനശക്തി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി ദാക്ഷായണി മുഖ്യപ്രഭാഷണം നടത്തി. സംയുക്ത മുന്നണി ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകി. ഭാരവാഹികളായി സതീശൻ കൊയിലാണ്ടി, മധുസൂദനൻ, അസ്കർ കല്ലേരി, സാജിദ് കൂടത്തായി, ഷഹർബാനത്ത്, റിയാസ് മുടൂർ, സതീഷ് തിരുവമ്പാടി, നീരജ് വല്യപ്പറമ്പ്, സെറീന വടകര, ശ്രീദേവി പാലാഴി, ഫൈസൽ കല്ലായി, ഡോക്ടർ രഞ്ജിത്ത്, മധുസൂദനൻ കാക്കൂർ എന്നിവരും മറ്റ് ഭാരവാഹികളായി പുഷ്പ ഫാറൂഖ് കോളേജ്, അബ്ദുൽ കലാം, പി സതീഷ് ബാബു, അർഷാദ് പൂവാട്ടുപറമ്പ്, രതീഷ് മാങ്കാവ്, ഇംബാന ബാലുശ്ശേരി, അഷറഫ് കുറ്റിക്കാട്ടൂർ, മുജീബ് കുരിങ്ങമണ്ണ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടുവള്ളി റോൾ ബോൾ ക്ലബ്ബ് ജേതാക്കളായി. ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, റോളർ സ്കേറ്റിംഗ് ഇവ മൂന്നും ഒരേ സമയം ചെയ്യുന്ന കായിക മത്സരം ഇനമാണ് റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ്. 2003 കണ്ടെത്തിയ ഈ ഗെയിം 2019 കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചത്. മത്സര ഇനമായതോടെ ജനകീയമായി.
ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടുവള്ളി റോൾ ബോൾ ക്ലബ്ബും ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കല്ലായി റോൾ ബോൾ ക്ലബ്ബും ജേതാക്കളായി. ഡ്രഗ്സ് ഇതിന്റെ പുറകെയൊക്കെ പോകുമ്പോൾ തന്നെ കുട്ടികളെ സ്പോർട്സിലേക്ക് മാറ്റുക എന്നുള്ള അത് തന്നെ സ്കൂളിലൊക്കെ തന്നെ ഇപ്പം സ്കേറ്റിങ്ങും റോൾ ബോളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോർട്സിലേക്ക് മാറ്റിയിട്ട് കുട്ടികളെ ശ്രദ്ധ വീണ്ടും കായികത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർ അക്കാദമി നടക്കാവും, സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫറൂഖ് റോൾ ബോൾ ക്ലബ്ബും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബീച്ച് റോൾ ബോൾ ക്ലബ്ബും, മിനി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജ് റോൾ ബോൾ ക്ലബ്ബും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ടീം DP റോറൽ സ്പോർട്സ് അക്കാദമിയും ജേതാക്കളായി. ചാമ്പ്യൻഷിപ്പ് ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ പരിപാടി കഴിഞ്ഞു പോയാൽ എൻ്റെ ഓഫീസിലെത്തിയാൽ എൻ്റെ ടീമിന് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് നമുക്ക് കോഴിക്കോട് നഗരത്തിൽ എൻ്റെ സൗത്ത് മണ്ഡലത്തിൽ എനിക്കിപ്പോൾ തന്നെ നിങ്ങൾ 20 സെന്റ് സ്ഥലം ആണ് നിങ്ങളുടെ ഈ ഗെയിം നടക്കാൻ വേണ്ടത്. പിന്നെ നമുക്കൊരു ഗാലറി പോലൊക്കെ അല്ലേ, അതിൻ്റെ ഒരു സറൗണ്ടിങ്ങും കൂടി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ +30 എന്ന് വെച്ചാൽ 50 സെന്റ്സ്. യോഗത്തിൽ ജില്ലാ റോൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാംജിത് ഭാസ്കർ അധ്യക്ഷനായി. സമാപന ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ നോമിനി ഷാജേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി S തുഷാര, ട്രഷറർ K സുചിത്രയും മെഡലുകൾ സമ്മാനിച്ചു. മിനി, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗത്തിലുള്ളവരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാത്തമംഗലം സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിദ്യാർത്ഥി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. NIT കാലിക്കറ്റ് റിസർച്ച് സ്കോളർ പ്രൊഫസർ വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചാണ് ചടങ്ങിന് തുടക്കമായത്. പ്രിൻസിപ്പൽ KC ദീപയും വൈസ് പ്രിൻസിപ്പൽ P ഷീനയും ഭാരവാഹികൾക്ക് സ്ഥാനചിഹ്നം നൽകി. ചടങ്ങ് NIT കാലിക്കറ്റ് റിസർച്ച് സ്കോളർ പ്രൊഫസർ വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. You have to study life. What is life? For that, we have to involve in some initiatives, socially committed initiative. You know that I wish to speak not more about the theoretical aspects. I know that this type of lecturing will not be. Nobody likes lecturing nowadays. Even classroom teaching also very boring. Now there are different types of teaching methodologies evolved, that is interactive methods, and different types of methods are there. തുടർന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് TK ജീവകുമാർ, സ്കൂൾ മിനിസ്റ്റർ VP ഹരിഗോവിന്ദ്, വൈസ് പ്രിൻസിപ്പൽ P ഷീന, സ്മൃതിക സ്മൃതീഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജന്തർ മന്ദറിലെ സോനം വാങ്ചുക്കിന്റെ സമരത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് വേക്കപ്പ് കേരളം കൂട്ടായ്മ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ. കർക്കടകത്തിൽ രാമായണ മാസത്തെ വരവേറ്റ് മലയാളികൾ. കർക്കിടകത്തിലെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അകറ്റാൻ കലിയന് കൊടുക്കൽ ചടങ്ങുകൾ. ജില്ലാ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം ചെറുട്ടി മെമ്മോറിയൽ അക്വാട്ടിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് ബേപ്പൂർ ഹാർബറിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.